എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എനർജി ചായയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അതിനായിട്ട് ഞാനിവിടെ 2 നാടൻ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. എന്താ ചായ ഉണ്ടാക്കാൻ മുട്ട എടുക്കുന്നതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. എന്നാലും നമ്മൾക്ക് കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിൽ ഒരു മുട്ട മാത്രം ഞാൻ എടുത്തിട്ട് ഒരു കപ്പിൽ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ചായയുടെ ഇതാണ് കാണിക്കുന്നത് ഇവിടെ. അപ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. സ്പൂണ് കൊണ്ട്. അപ്പോൾ നല്ലതുപോലെ ഞാൻ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. രാവിലെ നല്ല കഠിനാധ്വാനം ചെയ്യുന്നവർക്കും ജിമ്മിൽ പോകുന്നവർക്കൊക്കെ അതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ 1-2 മണിക്കൂർ നല്ല ക്ഷീണം കൂടാതെ ഇരിക്കും. അപ്പോൾ നല്ലപോലെ അടിച്ചെടുത്ത് ഞാനത് 1 മിനിറ്റ് അവിടെ വെക്കുന്നുണ്ട്. ഇനി ഒരു ചായപാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഒരു ചായയുടെ കണക്കാണ്. 1 ഗ്ലാസ് നിറച്ചും വേണ്ട, ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ചായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഏലക്കായ ചതച്ചത്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോഴാണ് ആ മുട്ട ചേർത്ത ചായ നമുക്ക് കുടിക്കാൻ കഴിയുള്ളൂ. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളൊക്കെ പഴയ കാലങ്ങളിൽ ഇത് ചെയ്തിട്ടുള്ള ഒരു ചായയാണ്. ഇതുപോലെ കുടിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കുടിച്ച് നോക്കുക. കുടിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു നല്ലൊരു എനർജി ആയിരിക്കും. അപ്പോൾ ചായപ്പൊടി നല്ലതുപോലെ ഇതുപോലെ തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ പഴയ കാലങ്ങളിലൊക്കെ ജിംനേഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഗ്രൗണ്ടിലായിരുന്നു. ഇപ്പോഴൊക്കെ അത് ടെറസിൻ്റെ മേലെയാണ്. ഇപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഇപ്പോൾ ജിമ്മിന് പോകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടും. പിന്നെ കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ തിളച്ച ചായ 1 മിനിറ്റ് അവിടെ എടുത്ത് വെക്കുക. എന്നതിന് ശേഷം ഈ അടിച്ചു വെച്ചിരിക്കുന്ന കോഴിമുട്ടയിലേക്ക് ഇതുപോലെ അരിച്ചൊഴിച്ച് കൊടുക്കുക. അരിച്ചൊഴിച്ചിട്ട് നല്ലതുപോലെ സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടില്ലേ സാധാരണ ചായയുടെ അതേമാതിരി ഉണ്ടാവും. അപ്പോൾ അത് ഏകദേശം ഒരു ചൂടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് വരിക മുട്ടയുടെ മിക്സിലേക്ക് ആ ചായ ഒഴിക്കുന്ന സമയത്ത്. എന്നിട്ട് ഒരു ആറ്റലാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് നമ്മൾ ഒരൊറ്റ വലിക്ക് ഇത് കുടിക്കുക. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുടിക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് തോന്നുമെങ്കിൽ നല്ലൊരു എനർജി ഡ്രിങ്ക് തന്നെ ആവും. അപ്പോൾ കണ്ടില്ലേ നല്ല കുറുകിയ നല്ലൊരു ചായ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാടൻ മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾ സാധാ മുട്ട എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലൊക്കെ ജിമ്മിന് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.